14 നാളെ ദിവസം എന്ന് അറിയോ? നമ്മുടെ രജനീകാന്തിന്റെ കൂലി നാളെ റിലീസാവുന്ന ദിവസമാണ്. അപ്പൊ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? സൗബിന്റെ ഇൻഡസ്ട്രി ലോകേഷിന്റെ പടം കൂടെ നിങ്ങൾ എന്തെങ്കിലും ഇതിനകത്ത് ആരെങ്കിലും ക്യാമിയോ പ്രതീക്ഷിക്കുന്നുണ്ടോ? പിന്നെ ഇതിലെ പാട്ട് മോണിക്ക എന്ന് പറഞ്ഞ പാട്ടൊക്കെ എങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു? അപ്പൊ നാളത്തേക്ക് നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടി രാവിലെ തന്നെ പോവാ. ഫസ്റ്റ് ഷോ നാളെ ഓഗസ്റ്റ് 14th ആണ്. നമ്മുടെ നാളെ എന്താ ദിവസത്തിന് പ്രത്യേകത അറിയാവോ? നാളെ വ്യാഴാഴ്ച. അതല്ല, നമ്മൾ നാളെ ലോകേഷ് കനകരാജിന്റെ പടം റിലീസാവുകയാണ്. രജനീകാന്ത് സാറാണ് നായകൻ. കൂലി. ഇപ്പൊ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? പ്രതീക്ഷ ഒന്നുമില്ല, 1000 കോടി അടിക്കും. കോടി അടിക്കും? പിന്നല്ല. അത് ഇപ്പോൾ ഉറപ്പിച്ചേക്കാണ്. പിന്നല്ല, 1000 കോടി. ടിക്കറ്റ് എടുത്തോ? ഫസ്റ്റ് ഷോയ്ക്ക് പോവോ? ഫസ്റ്റ് ഷോ ഒന്നും പോകാൻ പറ്റില്ല, ക്ലാസ് ഉണ്ട്. സൗബിന്റെ പെർഫോമൻസ് ഒക്കെ? സൗബിന്റെ ഡാൻസ് അടിപൊളിയായിരിക്കും. സിനിമ എങ്ങനെ? മോണിക്ക പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? മോണിക്ക കുഴപ്പമില്ല. അടിപൊളിയാണോ? അടിപൊളിയാണോ ചോദിച്ചാൽ കുഴപ്പമില്ല. കാണണം. അപ്പൊ ഫ്രണ്ട്സ് ആയിട്ട് രജനീകാന്ത് ഫാനാണ്. അതിന്റെ പാട്ടൊക്കെ ഇഷ്ടമായി. അപ്പൊ നാളെ എന്തായാലും പോകില്ല കാണാനായിട്ട്. ബുക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചേക്കില്ല. ഫസ്റ്റ് ഷോ തന്നെ ബുക്ക് ചെയ്ത് വെളുപ്പിന് തന്നെ. നാട്ടിൽ പോണില്ല, പോണെന്ന് കാണാൻ വേണ്ടിട്ട് പോകണം. അപ്പൊ പിന്നെ നിങ്ങൾ രാവിലെ എന്തൊക്കെ എക്സ്പെക്ടേഷൻ? അമീർ ഖാൻ, സൗബിൻ അവരൊക്കെ കാണാൻ അത്രേ ഉള്ളൂ. എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. സൗബിന്റെ ഒക്കെ പെർഫോമൻസ് എങ്ങനെയാണ് ഇതായിട്ടിരിക്കുന്നത്? നല്ല നന്നാവുന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാൻ തോടി. പാട്ടൊക്കെ ഇഷ്ടമായിരുന്നു? ഇഷ്ടമായി. ഓക്കെ, താങ്ക് യു. നാളെ ഒരു സിനിമ റിലീസ് ഉണ്ട്, എല്ലാവരും കാത്തിരിക്കണ ഒരു ദിവസം. അത് ഏത് സിനിമയാണെന്ന് പറയാമോ? സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പോഴും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സംഭവം കൂലിയല്ലേ? അത് തന്നെ, കൂലി. അപ്പൊ എന്താണ് കൂലി സിനിമയെ പറ്റി എന്താണ് എക്സ്പെക്ടേഷൻ പറയാനുള്ളത്? നല്ലൊരു സിനിമ ആയിരിക്കും നമുക്ക് പറയാം. നല്ല എക്സ്പെക്ടേഷൻ ആണ് കൊടുക്കണേ. ബുക്ക് ചെയ്തിട്ടില്ല, പിന്നെ ഒഴിവുള്ളപ്പോൾ കാണാന്ന് വെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ലോകേഷിന്റെ സിനിമ നല്ലതായിരിക്കും. അപ്പൊ അങ്ങനെയാണ് പ്രതീക്ഷകൾ. നല്ല പടമായിരിക്കും, മാസമായിരിക്കും. രജനീകാന്ത് സാറിന്റെ ഫാനാണോ? സൗബിൻ അതിൽ ആക്ട് ചെയ്ത് സൗബിന്റെ മോണിക്ക ഡാൻസ് ഒക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ കാണണമെന്ന് വെച്ചിട്ടിരിക്കുന്നതാണ്. പാട്ടൊക്കെ എപ്പോഴും നല്ല ട്രെൻഡിങ്ങിലാണ് പറഞ്ഞു. സൗബിന്റെ ഡാൻസ് ഒക്കെ കാണാറുണ്ട്. ഡാൻസ് ഒക്കെ എപ്പോഴും പാട്ടൊക്കെ എപ്പോഴും കേൾക്കാറുണ്ട്. സൗബിന്റെ ഡാൻസ് ഒക്കെയാണല്ലോ ഇപ്പോൾ കാണുന്നത്. പിന്നെ തലൈവര ആട്ടം കാണാനാണ്. ആരുടെ ക്യാമിയോ റോള് പ്രതീക്ഷിക്കുന്നുണ്ടോ? ക്യാമിയോ റോളക്സ് വരുന്നൊക്കെ റൂമേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല. LCU അല്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേറൊരു മാസ് പടം വരുന്നുണ്ട്. അതേതാണെന്ന് അറിയാമോ? നമ്മുടെ ലാലേട്ടനും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ എന്തെങ്കിലും പ്രതീക്ഷ കൺഫേം ആണ്? പറഞ്ഞോളൂ. നാളെ കൂലിന്റെ എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ് ബ്രോ? എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു LCU ഫാനാണ്. സിനിമയെല്ലാം നമ്മുടെ കൈ തൊട്ട് തുടങ്ങിയ സംഭവമാണല്ലോ. അപ്പോൾ ഭയങ്കര സത്യം പറഞ്ഞാൽ ഹൈ എക്സ്പെക്ടേഷൻസ് ആണ്. സിനിമയാണെങ്കിലും അല്ലെങ്കിൽ LCU ആകണമെന്നൊരു താല്പര്യമുണ്ട്. ഞാൻ അറിയത്തില്ല, LCU അല്ലെന്നാണ് പറഞ്ഞത്. ലിയോ ഇറങ്ങിയ സമയത്ത് LCU അല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് നമ്മൾ ലാസ്റ്റിൽ അത് കണക്ട് ചെയ്ത് അതുപോലെ തന്നെ LCU ആകണമെന്ന് താല്പര്യമുണ്ട്. കാരണം ഇത്രയും ഹൈ ബഡ്ജറ്റ് മാത്രമല്ല, ഇത്രയും കാസ്റ്റ് ആൻഡ് ക്രൂ ഇത്രയും അവർ എക്സ്പെക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ അത്രയും വലിയൊരു പടം ആയിരിക്കണം എന്നുള്ളത്. ഇപ്പോൾ അമീർ ഖാൻ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ആരാണെങ്കിലും ഉപേന്ദ്ര ആണെങ്കിലും ആരാണെങ്കിലും സൗബിൻ വന്ന സമയത്ത് അവരൊക്കെ ആരെങ്കിലും ആണെങ്കിലും നമ്മൾ ഭയങ്കര എക്സ്പെക്ടേഷൻസ് ആണ്. നല്ലൊരു സിനിമ ആയിരിക്കും. അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. LCU ആകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഈ ഇത്രയും ഹൈ കാസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റാർസ് എല്ലാം കൂടെ ഒരുമിച്ചൊരു ലാസ്റ്റിൽ ഒരു കുടക്കീഴ് വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു അഭിപ്രായം അല്ലെങ്കിൽ നല്ല കാണാൻ തന്നെ ഒരു നല്ല രസമാണ്. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ട്. നല്ലൊരു സിനിമ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ലോകേഷിന്റെ മൂവീസ് എപ്പോഴും നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തീം തരുന്ന മൂവീസാണ്. അപ്പോൾ നല്ല എക്സ്പെക്ടേഷൻ തന്നെയാണ്. നല്ല മൂവി ആയിരിക്കും. മലയാളത്തിലെ സൗബിനൊക്കെ പോകുന്നുണ്ട്, അതുപോലെ അമീർ ഖാൻ. സൗബിൻ ചേട്ടൻ്റെ ഡാൻസ് ഒക്കെ സൂപ്പറായിട്ട് ഹിറ്റായ ടൈമാണ് ഇപ്പോൾ. അപ്പോൾ ഈ മൂവിയിലും നല്ലൊരു ക്യാരക്ടർ കിട്ടും എന്നുണ്ടായിരിക്കണം. അതും നല്ല ഹോപ്പുണ്ട്. ക്യാരക്ടറല്ല, വെറുപ്പിക്കുന്ന വില്ലനായിരിക്കും. നാളത്തെ കാണാനായിട്ട് എടുക്കും. ലോകേഷിന്റെ മുന്നേ സിനിമകൾ കണ്ടില്ലേ? കൈദി, വിക്രം, ലിയോ ഒക്കെ കണ്ടില്ലേ? ഇത് LCU ആയിട്ട് കണക്റ്റഡ് ആണ് പടം. അതായത് ക്യാമിയോ റോള് പ്രതീക്ഷ ഉണ്ട് ആരെങ്കിലും? വിക്രത്തിൽ സൂര്യ വന്ന പോലെ. വിക്രം ഒരു എൻ്റയർലി വേറൊരു ടൈപ്പ് മൂവിയല്ലേ. അപ്പോൾ അതുമായിട്ട് കോഹ്ലി കണക്റ്റഡ് ആവുമെന്ന് അറിയില്ല. പക്ഷെ നല്ല ആക്ടേഴ്സും ആക്ട്രസസും ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല നാളെ ഒരു പ്രത്യേകമുള്ള ദിവസമാണ്, വ്യാഴാഴ്ച, തേഴ്സ്ഡേ. എന്താണെന്നറിയാവോ? നാളെ കൂലി റിലീസ് അല്ലേ? അപ്പോൾ ലോകേഷിന്റെ മൂവി, അതിന്റെ എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്?
അടിപൊളി സിനിമയായിരിക്കും. ലൊക്കേഷന്റെ സിനിമയായിരിക്കും. നാളത്തേക്ക് കാണാനായിട്ട് നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? ഇല്ല, നാളെ നാട്ടിൽ പോവാം. നാട്ടിൽ പോകണം. അപ്പോൾ നാട്ടിൽ പോയി കാണോ? പിന്നെ എന്താണ് പിന്നെ ഇതിൽ പാട്ടൊക്കെ കേട്ടാറ്? മോണിക്ക എന്ന് പറഞ്ഞ പാട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. ഇപ്പോൾ എല്ലാവരും റീൽസായിട്ടൊക്കെ ഉപയോഗിക്കുന്നതും ആ പാട്ട് തന്നെയല്ലേ, മോണിക്ക എന്ന് പറഞ്ഞ പാട്ട് അല്ല? നിങ്ങൾ തന്നെ അതൊക്കെയല്ലേ ഉപയോഗിക്കുന്നത്? രജനീകാന്ത് സാറിൻ്റെ ഫാനാണോ? കുറച്ച്. രജനീകാന്ത് സാറിൻ്റെ പടങ്ങൾ കാണാറുണ്ടോ? കാണാറുണ്ട്. ഈ കൂലി സിനിമ എന്ന് കേട്ടപ്പോൾ, ഇത് റിലീസ് എന്ന് കേട്ടപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്തായിരുന്നോ? ഇങ്ങനെ ടിക്കറ്റ് എടുക്കണം, ഫ്രണ്ട്സായിട്ട് പോയി കാണണം എന്നൊക്കെ പറഞ്ഞു. പോകണമെന്നൊക്കെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താ ടിക്കറ്റ് എടുക്കാതെ എന്തായിരുന്നു? ക്ലാസ് ഉണ്ട്. പിന്നെ ലൊക്കേഷൻ്റെ ഒരു മൂവിയല്ലേ, അപ്പോൾ എന്തൊക്കെയാണ് എക്സ്പെക്ടേഷൻ ഉള്ളത്? ഒരു 500 കോടി കയറും. നിങ്ങൾ ടിക്കറ്റ് എടുത്തായിരുന്നോ? ടിക്കറ്റ് കിട്ടിയില്ല. ടിക്കറ്റ് വരും. കിട്ടിയില്ല. അപ്പോൾ ടിക്കറ്റ് കിട്ടാത്തതിൻ്റെ ഒരു വിഷമമുണ്ടല്ലേ? ഏറെക്കുറെ ഉണ്ട്. അപ്പോൾ എന്താണ് ടിക്കറ്റ് എടുക്കാൻ വഴി? നിങ്ങൾ നേരത്തെ അറിഞ്ഞില്ലായിരുന്നു ഇങ്ങനെ സിനിമ? ഇപ്പോൾ പടത്തിന് റിവ്യൂ നോക്കും, നല്ലതാണ്, പോയി കാണും. വിക്രത്തിൽ സൂര്യ വന്നതുപോലെ ഈ പടത്തിൽ ഉണ്ട്. ആരാണ് പ്രഡിക്ഷൻ ഒന്നുമില്ല, നല്ലൊരു വരട്ടെ. റിലീസാണ് എല്ലാ പ്രതീക്ഷകൾ. കുഴപ്പമുണ്ടാവില്ല എന്നാണ്. ഇത്രയും ഇറങ്ങിയ പടം ഒന്നും കുഴപ്പമില്ല. ലൊക്കേഷൻ്റെ മൂവിയല്ലേ, അപ്പോൾ ലൊക്കേഷന് പോകാണ്ട് പിന്നെ പേടിക്കണ്ട. ലൊക്കേഷൻ്റെ എല്ലാ പടം വിജയിച്ചിരിക്കുന്നതല്ല. അപ്പം ഇനി ബാക്കി തിയേറ്റർ എക്സ്പെൻസ് കണ്ടിട്ട് അറിയാം വിജയിക്കോ. പിന്നെ ലൊക്കേഷൻ ആകുമ്പോൾ പിന്നെ അത്രയും പേടിക്കാനൊന്നും ചെയ്യാം. പിന്നെ എല്ലാ പടവും നല്ല ഭംഗിയിട്ടും നല്ല. മലയാളത്തിലെ സൗബിൻ, അതേപോലെ ഹിന്ദിയിൽ അമീർ ഖാൻ. സൗബിൻ നമ്മളിപ്പോൾ ട്രെയിലർ തന്നെ ഡാൻസ് തന്നെ നമ്മളെ മോഹിപ്പിച്ച്. ബാക്കി കണ്ടറിഞ്ഞറിയാം. സൗബിൻ പിന്നെ ഒരു മലയാള ക്യാരക്ടറായതുകൊണ്ട് എന്തായാലും അവൻ്റെ അഭിനയം ഇഷ്ടപ്പെടാത്ത ഒരു മലയാളീസ് ഉണ്ടാവില്ല. പിന്നെ രജനീകാന്തിൻ്റെ ഫാൻസ് എന്ന് പറയുമ്പോൾ മലയാളത്തിലുണ്ട് ഇഷ്ടംപോലെ ഫാൻസ്. പിന്നെ ലോകേഷ് സംവിധാനമായ പടമായതുകൊണ്ട് പിന്നെ പറയും വേണ്ട, ഫുൾ ത്രില്ലിംഗ് ആവും. ക്യാമിയോ റോള് പ്രതീക്ഷിക്കുന്നുണ്ടോ? എങ്ങനെ ക്യാമിയോ റോള് വിക്രത്തിൽ സൂര്യ വന്നതുപോലെ ഒരു സസ്പെൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ലോകേഷിൻ്റെ പടം നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതാണല്ലോ. അപ്പോൾ എന്തായാലും പ്രതീക്ഷിക്കേണ്ട ഒരു സസ്പെൻസ് എന്തായാലും ഉണ്ടാവില്ല. രജനീകാന്തിന് ഫാനാണോ? അതിൽ പാട്ട് നല്ലതാണ്. മോണിക്ക എന്നുള്ള പാട്ടൊക്കെ നമുക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്, നൈസാണ്. അതിലെ ആ ഒരു മീൻസ് ബേസിക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ട് നമുക്ക് പടം ഒരു എൻ്റർടൈൻമെൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ആക്ച്വലി കണ്ടിട്ടില്ല, നമ്മൾ നാളെ തന്നെ അറിയാം. പിന്നെ ലൊക്കേഷൻ്റെ മൂവിയാണ്, അപ്പോൾ എക്സ്പെക്ടേഷൻസ്? ലൊക്കേഷൻ്റെ ഓൾവേസ് എല്ലാ മൂവീസ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നാളെയല്ലേ അറിയാൻ പറ്റും. ക്യാമിയോ റോള് പ്രതീക്ഷിക്കുന്നുണ്ടോ? നമുക്ക് കണ്ടാലല്ലേ അറിയാൻ പറ്റും. അല്ല, വിക്രം സിനിമ ഉണ്ടിക്കും. ആ സിനിമയിൽ സൂര്യ വന്ന പോലെ ഇതില്ലാരെങ്കിലും ഏകദേശമൊക്കെ നമ്മൾ ആ ഒരു പ്രതീക്ഷിക്കുന്നുണ്ട്. സൗബിൻ്റെ പെർഫോമൻസ്, സൗബിൻ വില്ലനായിട്ടാണ് അപ്പോൾ രജനീകാന്ത് പ്രശംസിച്ച്. അതിൻ്റെ ക്ലിപ്പ് ഞാൻ ആക്ച്വലി കണ്ടിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ ഇതുകൂട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ 2-3 സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മീൻസ് നമുക്കതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നാളത്തേക്ക് ടിക്കറ്റ് എടുത്തായിരുന്നു? ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു. നാളെ നമുക്ക് ഫുള്ള് ബുക്കിംഗ് ആയിരിക്കും. നേരത്തെ കിട്ടിയില്ലായിരുന്നു. നോക്കിയായിരുന്നു, ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയിട്ടില്ല. വിഷമമുണ്ട്. വിഷമമുണ്ട്. അപ്പോൾ എന്തായാലും പോയി കാണണമെന്നാണ് നിങ്ങൾ പറയണത്.